നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കേരള സർവകലാശാല വൈസ് ചാൻസലർ പുറത്താക്കി രജിസ്ട്രാറെ തിരിച്ചെടുത്ത് സിൻഡിക്കേറ്റ് യോഗം. വിസിയുടെ ചുമതല വഹിച്ച ഡോക്ടർ സിസ തോമസ് പ്രതിഷേധിച്ചിറങ്ങിപ്പോയി. സസ്പെൻഷൻ തുടരുമെന്ന് വിസി. ഇരുപക്ഷവും നാളെ ഹൈക്കോടതിയെ കാര്യങ്ങൾ ബോധിപ്പിക്കും. രജിസ്ട്രാറെ പുറത്താക്കാൻ വിസിക്ക് അധികാരമില്ലെന്ന് മന്ത്രി ആർ ബിന്ദു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ വീട് സന്ദർശിച്ച ആരോഗ്യമന്ത്രി വീണ ജോർജ്. മകൾ നവമിയുടെ തുടർ ചികിത്സ ഏറ്റെടുക്കും. മക്കളിൽ ഒരാൾക്ക് സ്ഥിര ജോലി നൽകുമെന്ന് മന്ത്രി വി എൻ വാസവൻ. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങളായിട്ടും അത്യാഹിത വാർഡിന്റെ പ്രവർത്തനം തുടങ്ങിയില്ല. അടഞ്ഞുകിടക്കുന്നത് ജീവനക്കാർ ഇല്ലാത്തതിനാൽ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കുടുങ്ങിയ F-35 ബ്രിട്ടീഷ് യുദ്ധവിമാനത്തിന്റെ അറ്റകുറ്റപ്പണിക്കായി വിദഗ്ധ സംഘം എത്തി. ഹാങ്ങറിൽ വിമാനമെത്തിച്ച് തകരാർ പരിഹരിക്കാൻ ശ്രമം. തകരാർ പരിഹരിച്ചില്ലെങ്കിൽ ചിറകുകൾ അഴിച്ചുമാറ്റി വിമാനത്തിൽ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകും. മലപ്പുറം കാളിക്കാവിലെ നരഭോജി കടുവ കൂട്ടിലായി. കടുവയെ കൊല്ലണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരുടെ പ്രതിഷേധം. കടുവയെ കാട്ടിലേക്ക് തുറന്നു വിടില്ലെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. മണ്ണാർമലയിൽ വീണ്ടും പുലിയിറങ്ങി. നവതിയുടെ നിറവിൽ ടിബറ്റൻ ആത്മീയ നേതാവ് ദലൈലാമ. കാരുണ്യത്തിന്റെയും ക്ഷമയുടെയും ധാർമ്മികതയുടെയും ശാശ്വത പ്രതീകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പിൻഗാമിയെ തീരുമാനിക്കുന്ന കാര്യത്തിൽ രാജ്യം ദലൈലാമയ്ക്കൊപ്പമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവും രാജീവ് രഞ്ജൻ സിംഗും. പിൻഗാമിയെ നിശ്ചയിക്കാൻ ദലൈലാമയ്ക്ക് അധികാരമില്ലെന്ന് ആവർത്തിച്ച് ചൈന. കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദാക്കി സിൻഡിക്കേറ്റ് യോഗം. സസ്പെൻഷൻ റദ്ദാക്കിയിട്ടില്ലെന്നും സിൻഡിക്കേറ്റ് യോഗം താൻ പിരിച്ചുവിട്ടുവെന്നും താൽക്കാലിക ചുമതലയുള്ള വിസി സിസ തോമസ് പറഞ്ഞു. സസ്പെൻഷൻ നടപടിക്കെതിരെ രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ നൽകിയ ഹർജി ഹൈക്കോടതി നാളെ പരിഗണിക്കും. കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിലെ ഗവർണറുടെ പരിപാടി റദ്ദാക്കി ഉത്തരവിറക്കിയതിനെ തുടർന്ന് വിസി രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ ചർച്ച വേണമെന്നാവശ്യപ്പെട്ട് 16 അംഗ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് താൽക്കാലിക വിസി സിസ തോമസിന്റെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം ചേർന്നത്. ഇന്ന് ചേർന്ന സിൻഡിക്കേറ്റ് യോഗം കേരള സർവകലാശാല രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദാക്കി. യോഗത്തിൽ ഇടതംഗങ്ങൾ പ്രമേയം അവതരിപ്പിച്ചു. താൽക്കാലിക വിസിയുടെ എതിർപ്പ് മറികടന്നാണ് പ്രമേയം പാസാക്കിയത്. സസ്പെൻഷൻ റദ്ദാക്കിയിട്ടില്ലെന്ന് വിസി സിസ തോമസ് പ്രതികരിച്ചു. ആ വിഷയത്തിലോട്ട് നമ്മൾ അതൊരു സബ് ജുഡീസ് ഉള്ളതുകൊണ്ട് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യേണ്ട, പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽസ് തരാം. അപ്പം സസ്പെൻഷൻ ചെയ്ത പ്രൊസീഡിങ്സും വിസി കൊടുത്ത റിപ്പോർട്ടും ഇവയെല്ലാം തന്നെ അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അവർ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അവർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫാക്ട്സ് പ്രിപ്പയർ ചെയ്യും എന്നാണ് ധരിച്ചത്. അതായിരുന്നു അവരുടെ ആവശ്യവും. അവരുടെ ആവശ്യം വേറെ രീതിയിൽ പോവുകയും ഡിസ്കഷനിലോട്ട് പോവുകയും അത് നമ്മുടെ കോടതിയുടെ പരിഗണനയിലായതുകൊണ്ട് അത് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. വിഷയം മാറ്റി നമ്മുടെ അജണ്ട ഐറ്റമിലോട്ട് വരണമെന്ന് പറഞ്ഞിട്ട് അവരത് നിരസിക്കുകയാണ് ചെയ്തത്. രജിസ്ട്രാറിനെതിരായി എടുത്ത നിയമവിരുദ്ധ നടപടി സിൻഡിക്കേറ്റ് തിരുത്തിയെന്ന ഇടത് സിൻഡിക്കേറ്റ് അംഗം G മുരളീധരൻ പറഞ്ഞു. സസ്പെൻഷൻ റദ്ദാക്കിയെന്ന് കോടതിയെ അറിയിക്കും. പ്രമേയം വായിക്കുമ്പോൾ വിസി ഉണ്ടായിരുന്നുവെന്നും വിസി യോഗം അവസാനിപ്പിച്ച് ഇറങ്ങിയതല്ലെന്നും സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറഞ്ഞു. അത് വായിച്ചപ്പോഴാണല്ലോ പറഞ്ഞത് ഈ തീരുമാനത്തോട് എനിക്ക് യോജിക്കാൻ കഴിയത്തില്ല. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, മാഡം ഈ സിൻഡിക്കേറ്റ് യോഗത്തിൽ ഡിസന്റ് രേഖപ്പെടുത്താനുള്ള റൈറ്റ് ഉണ്ട്. സസ്പെൻഷൻ നടപടിക്കെതിരെ രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ നൽകിയ ഹർജി ഹൈക്കോടതി നാളെ പരിഗണിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. രജിസ്ട്രാറെ പുറത്താക്കാൻ വിസിക്ക് അധികാരമില്ലെന്ന് മന്ത്രി ആർ ബിന്ദു. രജിസ്ട്രാറെ സംബന്ധിച്ച തീരുമാനമെടുക്കാൻ സിൻഡിക്കേറ്റിന് അർഹതയുണ്ട്. ചർച്ച നടക്കുമ്പോൾ വിസിയുടെ ചുമതലയുള്ള സിസ തോമസ് ഇറങ്ങിപ്പോകുകയാണ് ചെയ്തത്. കാവിപ്പതാക പിടിച്ച RSSന്റെ ഭാരതാംബയെ ഭാരതത്തിന്റെ ഭാരതാംബയാക്കാൻ ശ്രമം നടക്കുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ ചട്ടുകമായി ഗവർണർമാർ പ്രവർത്തിക്കുന്നുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തീരുമാനമെടുത്തു, പക്ഷേ വിസി അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്താണ് അടുത്ത? ഈ രജിസ്ട്രാറുടെ അപ്പോയിന്റിംഗ് അതോറിറ്റി വിസി അല്ല, സിൻഡിക്കേറ്റാണ്. രജിസ്ട്രാറെ സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കാൻ സിൻഡിക്കേറ്റിന് 100% അർഹതയുണ്ട്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളുടെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കാനായി സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു.
അതുപ്രകാരമാണ് VC സിൻഡിക്കേറ്റ് വിളിച്ചു ചേർത്തത്. അതിൽ ചർച്ച നടക്കുന്നതിനിടെ VC ഇറങ്ങിപ്പോകാണ് ഉണ്ടായത്. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടിൻ്റെ 6ാമത്തെ ചാപ്റ്റർ ക്ലോസ് 2 അനുസരിച്ച് വളരെ കൃത്യമായിട്ട് തന്നെ നടപടി സ്വീകരിക്കാൻ സാധിക്കും. അതായത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അവരിൽ നിന്ന് തന്നെ ഒരു ചെയർപേഴ്സണെ തിരഞ്ഞെടുത്തുകൊണ്ട് മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ വീട്ടിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് സന്ദർശനം നടത്തി. ബിന്ദുവിന്റെ കുടുംബാംഗങ്ങളുമായി സംസാരിച്ച മന്ത്രി ബിന്ദുവിന്റെ മകൾ നവമിയുടെ തുടർ ചികിത്സ സർക്കാർ ഏറ്റെടുക്കുമെന്ന് ഉറപ്പു നൽകി. ബിന്ദുവിന്റെ കുടുംബത്തിന്റെ ദുഃഖം തന്റേതുകൂടിയാണെന്നും മന്ത്രി പ്രതികരിച്ചു. ബിന്ദുവിന്റെ മക്കളിൽ ഒരാൾക്ക് സ്ഥിര ജോലി നൽകുന്ന കാര്യത്തിൽ മന്ത്രിസഭാ തീരുമാനമുണ്ടാകുമെന്നും മന്ത്രി VN വാസവൻ അമൃത ന്യൂസിനോട് വ്യക്തമാക്കി. 7 മണിയോടെയാണ് ബിന്ദുവിന്റെ വീട്ടിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് സന്ദർശനം നടത്തിയത്. CPM സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് K അനിൽകുമാർ, ജില്ലാ സെക്രട്ടറി TR രഘുനാഥൻ, CPM പ്രാദേശിക നേതാക്കൾ എന്നിവർ മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. ബിന്ദുവിന്റെ കുടുംബാംഗങ്ങളുമായി മന്ത്രി സംസാരിച്ചു. ബിന്ദുവിന്റെ മകൾ നവമിയുടെ തുടർ ചികിത്സ സർക്കാർ ഏറ്റെടുക്കുമെന്ന് ഉറപ്പു നൽകി. മുഖ്യമന്ത്രി തന്നെ സഹായത്തെക്കുറിച്ച് പ്രഖ്യാപിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അത്യന്തം ദുഃഖകരമായ സംഭവമാണെന്നും ബിന്ദുവിന്റെ കുടുംബത്തിന്റെ ദുഃഖം തന്റേതുമാണെന്നും മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ബിന്ദുവിന്റെ മക്കളിൽ ഒരാൾക്ക് സ്ഥിര ജോലി നൽകുമെന്ന് മന്ത്രി VN വാസവൻ അമൃത ന്യൂസിനോട് പറഞ്ഞു. ഇക്കാര്യം മന്ത്രിസഭായോഗം തീരുമാനിക്കും. എന്ത് ജോലി നൽകണമെന്ന കാര്യത്തിൽ ബിന്ദുവിന്റെ കുടുംബത്തിന്റെ താൽപ്പര്യം കൂടി പരിഗണിക്കും. നവമിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ എല്ലാം ഏർപ്പെടുത്തിയതായും VN വാസവൻ പറഞ്ഞു. കുട്ടിയുടെ ചികിത്സ പൂർണ്ണമായി സർക്കാർ ഏറ്റെടുക്കുമെന്ന് നേരത്തെ തന്നെ അവിടെ പോയി പറഞ്ഞിരുന്നു. മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും ഉണ്ടായിരുന്നു. തിങ്കളാഴ്ചയോടുകൂടി അവർ അഡ്മിറ്റ് ചെയ്യാൻ കൊണ്ടുവരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കൗൺസിലിംഗിലാണല്ലോ ഇവിടെ നിന്ന് പറയുന്നത്. ഇന്നലെ തന്നെ വിട്ടിരുന്നു. അതേസമയം മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിഷേധങ്ങൾ തുടരും. നാളെ BJPയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജിന് മുമ്പിൽ സംഘടിപ്പിച്ചിരിക്കുന്ന പ്രതിഷേധ പരിപാടി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്യും. UDFിലെ വിവിധ ഘടകകക്ഷികളുടെ നേതൃത്വത്തിലും വരും ദിവസങ്ങളിൽ സമരങ്ങൾ നടക്കും. അമൃത ന്യൂസ്, കോട്ടയം. കേരളത്തിന്റെ ആരോഗ്യമേഖല വേൾഡ് മോഡലെന്ന് സ്പീക്കർ AN ഷംസീർ. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അപകടം ദൗർഭാഗ്യകരമെന്നും എന്നാൽ സിസ്റ്റം മോശമെന്നാണ് ചിത്രീകരിക്കുന്നതെന്നും സ്പീക്കർ പറഞ്ഞു. മന്ത്രിമാരുടെ വീടുകളിലേക്ക് നടത്തുന്ന പ്രതിഷേധം ശരിയല്ല എന്ന് ഷംസീർ അഭിപ്രായപ്പെട്ടു. പ്രതിഷേധങ്ങൾക്ക് ജനാധിപത്യത്തിൽ സ്ഥാനമുണ്ട്, എന്നാൽ അതിര് കടക്കരുതെന്നും സ്പീക്കർ വ്യക്തമാക്കി. റൗണ്ട് ദ ക്ലോക്ക് പ്രവർത്തിക്കുന്നു. മെഡിക്കൽ കോളേജുകൾക്കകത്ത് ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെട്ടു. ഈ കോട്ടയത്തുണ്ടായ വളരെ അൺഫോർച്ചുനേറ്റ് ആണ്. പക്ഷേ അവിടെ നടക്കുന്ന നിർമ്മാണം നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ ഇപ്പോൾ 150 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനം നടക്കാൻ പോവാണ്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ തർക്കം. യൂത്ത് കോൺഗ്രസ് നേതാവ് ഏതനെ വിലങ്ങുവെക്കാൻ പോലീസ് ശ്രമിച്ചതോടെയാണ് പ്രതിഷേധം തുടങ്ങിയത്. മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കിടങ്ങന്നൂർ വല്ലന കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിനിടെ ആശുപത്രിയിലെ ശിലാഫലകം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അടിച്ചു തകർത്തിരുന്നു. ഈ കേസിലാണ് ആറന്മുള മണ്ഡലം പ്രസിഡന്റ് ഏതൻ ജോർജിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. തുടർന്ന് വൈദ്യപരിശോധനയ്ക്കായി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ആലപ്പുഴ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തിയായ അത്യാഹിത വാർഡ് പ്രവർത്തനം ആരംഭിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. ആരോഗ്യമന്ത്രി എത്തി ഉദ്ഘാടനം നിർവഹിച്ചിട്ട് 4 മാസങ്ങൾ പിന്നിട്ടുവെങ്കിലും മതിയായ ജീവനക്കാരില്ലാത്തതിനാൽ വാർഡ് ഇപ്പോഴും അടഞ്ഞുതന്നെ കിടക്കുന്നു. കായംകുളം താലൂക്ക് ആശുപത്രിയിൽ 1.10 കോടി രൂപ ചിലവഴിച്ച് നിർമ്മിച്ച ആധുനിക അത്യാഹിത വാർഡ് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് മാസങ്ങൾ 4 പിന്നിടുന്നു. അത്യാധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച വാർഡ് പക്ഷേ പ്രവർത്തനങ്ങൾക്കായി തുറന്നു നൽകിയിട്ടില്ല. 1 വർഷം മുൻപ് നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടം 8 മാസത്തിനു ശേഷമാണ് ഉദ്ഘാടനം ചെയ്തത്. മാർച്ചിൽ മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തുവെങ്കിലും ഇതുവരെ പ്രവർത്തനം തുടങ്ങിയില്ല. ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാർ ഇല്ലാത്തതാണ് കാരണം. ജീവനക്കാരെ അനുവദിക്കാനായി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർക്ക് കത്ത് നൽകിയതിനു പുറമെ ഉദ്ഘാടനത്തിനെത്തിയ മന്ത്രിയോട് നേരിട്ട് ആവശ്യപ്പെട്ടെങ്കിലും ഫലമുണ്ടായില്ല. ദിവസേന 100 കണക്കിന് രോഗികൾ ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രിയുടെ പ്രധാന ആവശ്യമായിരുന്നു ആധുനിക നിലവാരത്തിലുള്ള അത്യാഹിത വാർഡ്. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞിട്ടും വാർഡ് പ്രവർത്തനങ്ങൾക്കായി തുറന്നുകൊടുക്കാത്തതിൽ വലിയ പ്രതിഷേധമാണ് ജനങ്ങൾക്കിടയിൽ ഉയരുന്നത്. അമൃത ന്യൂസ്, ആലപ്പുഴ. മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന് നൽകിയ ധനസഹായം അപര്യാപ്തമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. ഇതുവരെ 50,000 രൂപ മാത്രമാണ് ധനസഹായം നൽകിയത്. മെഡിക്കൽ കോളേജ് വികസന സമിതി യോഗം ചേർന്നിട്ട് 2 വർഷമായി. മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ തിയേറ്റർ അടക്കം സജ്ജീകരിച്ച് പുതിയ കെട്ടിടം പ്രവർത്തനം ആരംഭിക്കണം. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സൂപ്രണ്ട് ഡോക്ടർ ജയകുമാർ മികച്ച ഡോക്ടർമാരിൽ ഒരാളാണ്. മന്ത്രിമാരുടെ വീഴ്ചയെ അദ്ദേഹം ഏറ്റെടുക്കേണ്ടിയിരുന്നില്ല. ഡോക്ടർ ജയകുമാറിന്റെ സൽപ്പേരുകൊണ്ട് വീഴ്ചയെ മറികടക്കാനാണ് സർക്കാർ ശ്രമമെന്നും തിരുവഞ്ചൂർ പറഞ്ഞു.
25 ലക്ഷം രൂപ ആ കുടുംബത്തിന് സഹായമായി കൊടുക്കണം. രണ്ടാമത്തെ കാര്യം, ആ കുട്ടിക്ക് സ്ഥിരം ജോലി കൊടുക്കണം. മൂന്നാമത്തെ കാര്യം, ആ മകൾക്ക് അവിടെ ചികിത്സ, അത് സൗജന്യമായ വിദഗ്ധ ചികിത്സ കൊടുക്കണം. ഈ കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് ചെയ്തേ മതിയാകൂ. ഗവൺമെൻറ് ഇതിനകത്തുനിന്ന് മാറരുത്. കാരണം ഇത് ഗവൺമെൻറ്റിൻ്റെ ഡയറക്ഷൻ ഓഫ് ഡ്യൂട്ടി കൊണ്ടാണ് ഈ ദുരന്തം ഉണ്ടായത്. ആരോഗ്യമന്ത്രിക്ക് പ്രതിഷേധങ്ങളെ നേരിടാൻ ഭയമാണെന്ന് രമേശ് ചെന്നിത്തല. അതുകൊണ്ടാണ് പകൽ വെളിച്ചത്തിൽ ബിന്ദുവിന്റെ വീട്ടിൽ പോകാതിരുന്നതെന്നും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ സ്ഥലം സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യമേഖലയുടെ വീഴ്ചയാണ് ആരോഗ്യമന്ത്രിയുടെ ഭയത്തിന് കാരണം. ആരോഗ്യമേഖലയിൽ സോഷ്യൽ ഓഡിറ്റ് നടപ്പാക്കണം. കെട്ടിടം മന്ത്രി തള്ളിയിട്ടതല്ല, ഭരണവൈകല്യം കൊണ്ടാണ് താഴെ വീണതെന്നും ചാണ്ടി ആംബുലൻസ് തടഞ്ഞത് വൈകാരികമായി കണ്ടാൽ മതിയെന്നും ചെന്നിത്തല പറഞ്ഞു. മലപ്പുറം കാളികാവിൽ ഭീതി വരുത്തിയ നരഭോജി കടുവയെ പിടികൂടി. കരുവാരക്കുണ്ട് സമീപം സുൽത്താന എസ്റ്റേറ്റിൽ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ അകപ്പെട്ടത്. അമരമ്പലം RRT ഓഫീസിലെത്തിച്ച കടുവയെ പിന്നീട് തൃശൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റി. സുൽത്താന എസ്റ്റേറ്റിന് സമീപം എസ് വളവിൽ സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ അകപ്പെട്ടത്. മെയ് 15-ന് കാളികാവ് അടയ്ക്കാക്കുണ്ടിൽ ഗഫൂർ എന്ന തോട്ടം തൊഴിലാളിയെ കടുവ കൊലപ്പെടുത്തിയിരുന്നു. തുടർന്ന് നന്മ വകുപ്പിന്റെ നേതൃത്വത്തിൽ ദൗത്യം ആരംഭിച്ചു. 60 RT സംഘം പല ഗ്രൂപ്പുകളായി തിരിഞ്ഞായിരുന്നു ദൗത്യം. വിവിധയിടങ്ങളിലായി 50ഓളം ക്യാമറകളും കൂടുകളും സ്ഥാപിച്ചായിരുന്നു തിരച്ചിൽ. പലതവണ കടുവയെ ദൗത്യസംഘവും തൊഴിലാളികളും കണ്ടിരുന്നുവെങ്കിലും പിടികൂടാനായിരുന്നില്ല. ഇതിനിടെ കടുവയെ പിടികൂടാൻ സ്ഥാപിച്ച കൂട്ടിൽ പുലി അകപ്പെട്ടിരുന്നു. ഒടുവിൽ ദൗത്യം തുടങ്ങി 53-ാം നാളിലാണ് കടുവയെ കെണിയിൽപ്പെടുത്താനായത്. എന്നാൽ കടുവയെ വീണ്ടും കാട്ടിൽ വിടരുതെന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധിച്ചു. ഇതിന് പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് മാസങ്ങളായിട്ട് നമ്മൾ ഈ നാടിന് മുൾമുനയിൽ നിർത്തിയൊരു സാധനത്തിനെ കിട്ടിയില്ലേ. കടുവനെ ഇനി കൊണ്ടുപോയാല് ഇവിടുന്ന് അവരെവിടെ വിടുന്ന നമുക്കൊരു ഉറപ്പില്ല. അവർ കൃത്യമായിട്ട് എന്താണ് ചെയ്യുക എന്നില്ല കൃത്യമായിട്ട് രേഖാമൂലം തന്നാല് വിടുള്ളൂ എന്ന് തന്നെയാണ് നമ്മൾ തീരുമാനം. കടുവയെ കാട്ടിൽ വിടില്ലെന്ന് വനം വകുപ്പ് മന്ത്രി അറിയിച്ചു. അമരമ്പലത്തെ സൗത്ത് RRT ഓഫീസിലേക്ക് മാറ്റിയ കടുവയ്ക്ക് ഭക്ഷണവും പ്രാഥമിക പരിശോധനയും നടത്തി. സൈലന്റ് വാലി ഡാറ്റാബേസിൽ ഉൾപ്പെട്ടതാണ് 13 വയസ്സ് പ്രായം കണക്കാക്കുന്ന കടുവ. വേട്ടപ്പല്ലുകൾ നഷ്ടപ്പെട്ട കടുവയ്ക്ക് കാഴ്ചക്കുറവും നേരിയ പരുക്കുകളുമുണ്ട്. വിദഗ്ധ ചികിത്സയ്ക്കായി കടുവയെ തൃശൂർ സുവോളജി പാർക്കിലേക്ക് മാറ്റി. കടുവയെ പിടികൂടാനായത് നാട്ടുകാർക്കും വനം വകുപ്പിനും വലിയ ആശ്വാസമാണ് നൽകുന്നത്. 1.5 മാസത്തിലേറെയായി കടുവാഭീതി കാരണം തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഉപജീവനം പോലും മുടങ്ങിയ അവസ്ഥയിലായിരുന്നു. അമൃത ന്യൂസ്, മലപ്പുറം. സാങ്കേതിക തകരാറിനെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറക്കിയ ബ്രിട്ടീഷ് യുദ്ധവിമാനം F-35Bയുടെ തകരാർ പരിഹരിക്കുന്നതിനായുള്ള വിദഗ്ധ സംഘം തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തി. 14 അംഗ വിദഗ്ധ സംഘത്തെ UK എയർബസ് 400M വിമാനത്തിലാണ് തിരുവനന്തപുരത്ത് എത്തിച്ചത്. അറബിക്കടലിലെ പരിശീലന പറക്കലിന്റെ ഭാഗമായി UK പ്രതിരോധ കപ്പലായ പ്രിൻസ് ഓഫ് വെയിൽസിൽ നിന്നും പറന്നുയർന്ന F-35B 5ാം തലമുറ യുദ്ധവിമാനം സാങ്കേതിക തകരാറിനെ തുടർന്നാണ് കഴിഞ്ഞ മാസം 14-ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കിയത്. UK-യിൽ നിന്നുള്ള വിദഗ്ധ സംഘമെത്തി യന്ത്ര തകരാറ് പരിഹരിക്കാൻ ആദ്യം ശ്രമം നടത്തിയെങ്കിലും കഴിയാത്തതിനെ തുടർന്നാണ് 14 വിദഗ്ധർ ഉൾപ്പെടെ 17 അംഗ UK സംഘം പ്രത്യേക വിമാനത്തിൽ തിരുവനന്തപുരത്തേക്ക് എത്തിയത്. ഒമാനിൽ നിന്നും പറന്നുയർന്ന UK എയർബസ് 400-ലാണ് സംഘം ഉച്ചയ്ക്ക് 12:40 തിരുവനന്തപുരത്ത് എത്തിയത്. തകരാറിലായ F-35B വിമാനത്തിൽ വിദഗ്ധ സംഘം പരിശോധന നടത്തിയ ശേഷം അറ്റകുറ്റപ്പണികൾക്കായി വിമാനത്തെ എയർ ഇന്ത്യയുടെ ഹാങ്ങറിലേക്ക് മാറ്റിയിട്ടുണ്ട്. തുടർന്ന് UK എയർബസ് 400 വിമാനം തിരികെ ഒമാനിലേക്ക് മടങ്ങി. 14 അംഗ വിദഗ്ധ സംഘം അറ്റകുറ്റപ്പണികൾക്കായി തിരുവനന്തപുരത്ത് തുടരുകയാണ്. അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ UK-യുടെ 5ാം തലമുറ യുദ്ധവിമാനമായ F-35B യന്ത്ര തകരാറിനെ തുടർന്ന് ഇന്ത്യയിൽ ഇറക്കിയിട്ട് തിരികെ UK-യിലേക്ക് എത്തിക്കാൻ കഴിയാത്തത് UK-യിൽ വലിയ രാഷ്ട്രീയ പ്രശ്നമായി മാറിയിരുന്നു. തുടർന്ന് ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറുടെ ഇടപെടലിനെ തുടർന്നാണ് UK-യിൽ നിന്നുള്ള വിദഗ്ധ സംഘം അറ്റകുറ്റപ്പണികൾക്കായി തിരുവനന്തപുരത്തേക്ക് എത്തിയത്. അറ്റകുറ്റപ്പണി നടത്തി F-35B യുദ്ധവിമാനം പറത്തിക്കൊണ്ടുപോകാനുള്ള ശ്രമമാണ് വിദഗ്ധ സംഘം നടത്തുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നവതിയുടെ നിറവിൽ ടിബറ്റൻ സന്യാസി സമൂഹത്തിന്റെ ആത്മീയ രാഷ്ട്രീയ ആചാര്യൻ ദലൈലാമ. ധർമ്മശാലയിൽ ആഘോഷങ്ങൾ തുടരുകയാണ്. കേന്ദ്രമന്ത്രിമാരായ കിരൺ റിജിജുവും രാജീവ് രഞ്ജൻ സിംഗും ആഘോഷങ്ങളിൽ പങ്കെടുത്തു. ദലൈലാമ വിശ്വാസികളെ അഭിസംബോധന ചെയ്തു. സ്നേഹം, കാരുണ്യം, ക്ഷമ, ധാർമ്മിക അച്ചടക്കം എന്നിവയുടെ ശാശ്വത പ്രതീകമാണ് ദലൈലാമയെന്നും കോടിക്കണക്കിന് പേർക്ക് പ്രചോദനമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. പിൻഗാമിയുടെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുത്താലും രാജ്യം അതിനൊപ്പം നിൽക്കുമെന്ന് കേന്ദ്രമന്ത്രിമാരായ കിരൺ റിജിജുവും
രാജീവ് രഞ്ജൻ സിംഗും പറഞ്ഞു. 130 വയസ്സ് വരെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അതിനുശേഷമാകും പിന്തുടർച്ച അവകാശിയെ പ്രഖ്യാപിക്കുക എന്നും ദലൈലാമ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ചൈനീസ് നിയമങ്ങൾക്ക് വിധേയമായിട്ടായിരിക്കും പിൻഗാമിയെ നിയോഗിക്കുക എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ചൈന. ഇസ്രായേലുമായുള്ള സംഘർഷം ആരംഭിച്ചതിനു ശേഷം ആദ്യമായി ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടു. ഷിയ മുസ്ലിങ്ങളുടെ പ്രധാന ദിവസമായ ഇമാം ഹുസൈൻ്റെ രക്തസാക്ഷിത്വ വാർഷികവുമായി ബന്ധപ്പെട്ട ചടങ്ങിലാണ് ഖമേനി പങ്കെടുത്തത്. ജൂൺ 13 ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിന് ശേഷം ഖമേനി പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. സംഘർഷം രൂക്ഷമായതിനു പിന്നാലെ ഖമേനിയും കുടുംബവും ഭൂഗർഭ ബങ്കറിൽ അഭയം പ്രാപിച്ചതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഖത്തറിലെ US വ്യോമതാവളം ഇറാൻ ആക്രമിച്ചതിനു പിന്നാലെ ഖമേനി വീഡിയോ സന്ദേശം പുറത്തുവിട്ടിരുന്നു. നിപ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള പാലക്കാട്ടെ യുവതിയുടെ 5 ബന്ധുക്കളുടെ പരിശോധനാ ഫലം നെഗറ്റീവ്. സംസ്ഥാനത്ത് നിപ സമ്പർക്ക പട്ടികയിലാകെ 425 പേർ ഉള്ളതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. നിപ സമ്പർക്ക പട്ടികയിലുള്ള 425 പേരിൽ മലപ്പുറത്ത് 228 പേരും പാലക്കാട് 110 പേരും കോഴിക്കോട് 87 പേരുമാണുള്ളത്. പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന നിപ്പ സ്ഥിരീകരിച്ച പാലക്കാട് സ്വദേശിനിയെ ആരോഗ്യനില ഗുരുതരമായതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. നിപ്പ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന പാലക്കാട് സ്വദേശിനിയായ 38 വയസ്സുകാരിയുടെ മകനും പനി ബാധിച്ചിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച യുവതിയുടെ 12 വയസ്സുകാരനായ മകനെ മണ്ണാർക്കാട്ടെ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. അതേസമയം യുവതിയുടെ ബന്ധുവായ പനി ബാധിച്ച 10 വയസ്സുകാരൻ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. നിപ്പ ബാധിച്ച യുവതിയുടെ ഭർത്തൃ സഹോദരന്റെ 4 മക്കളുടെയും യുവതിയുടെ തന്നെ ഒരു മകന്റെയും സാമ്പിൾ പരിശോധനാ ഫലം നെഗറ്റീവായത് ആശ്വാസമായി. മലപ്പുറത്ത് 12 പേരാണ് ചികിത്സയിലുള്ളത്. 5 പേർ ICU ചികിത്സയിലുണ്ട്. സമ്പർക്ക പട്ടികയിലുള്ള ഒരാൾ നെഗറ്റീവായിട്ടുണ്ട്. പാലക്കാട് 61 ആരോഗ്യ പ്രവർത്തകർ സമ്പർക്ക പട്ടികയിലുണ്ട്. കോഴിക്കോട് ജില്ലയിൽ സമ്പർക്ക പട്ടികയിലുള്ള 87 പേരും ആരോഗ്യ പ്രവർത്തകരാണ്. പാലക്കാട് സമ്പർക്ക പട്ടികയിലുള്ളവരെ അവിടെ തന്നെ ഐസൊലേറ്റ് ചെയ്യാനാണ് തീരുമാനം. നിപ്പ സ്ഥിരീകരിച്ച പാലക്കാട്ടെയും മലപ്പുറത്തെയും വ്യക്തികളുടെ റൂട്ട് മാപ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന പരാതിയിൽ അറസ്റ്റിലായ ഹരിയാനയിലെ ബ്ലോഗർ ജ്യോതി മൽഹോത്ര കേരളത്തിൽ എത്തിയതിൽ ടൂറിസം മന്ത്രി റിയാസ് ഉത്തരം പറയണമെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ്. അഹങ്കാരവും ധിക്കാരവുമല്ല കാണിക്കേണ്ടത്, ജനം കൂടെയില്ലെന്ന് നിലമ്പൂർ വ്യക്തമാക്കിയതാണ്. ജ്യോതി മൽഹോത്ര ആയത് നന്നായെന്നും ജ്യോതി മാഹിനായിരുന്നുവെങ്കിൽ കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങളും മറുപടി പറയേണ്ടി വന്നേനെയെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. മറുപടി പറയേണ്ട ഉത്തരവാദിത്തം ടൂറിസം മന്ത്രിക്കില്ലേ? ടൂറിസം മന്ത്രി എന്താ പറയുന്നത്? നിങ്ങൾ തോന്നിയ പോലെ വാർത്ത കൊടുത്തോ, എനിക്കൊരു പ്രശ്നമില്ല. ജനം കൂടെയുണ്ട്. ജനം എവിടെ കൂടെയുണ്ട്? ജനം കൂടെയുള്ളതിന്റെ കാര്യങ്ങളൊക്കെ നിലമ്പൂരിൽ മനസ്സിലാക്കിയില്ലേ? ജനം കൂടെ ഇല്ല ബഹുമാനപ്പെട്ട മന്ത്രി. അല്ല, റിയാസ് അതിന് മറുപടി പറയണം. അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ അതിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്തം, അല്ലാതെ അഹങ്കാരവും ധിക്കാരവും അല്ല. മാധ്യമങ്ങൾ ഒരു ചോദ്യം ചോദിക്കുന്നത് എന്തിനാണ്? ഇപ്പൊ പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തി നടത്തിയ ഒരു വ്ളോഗർ കേരളത്തിൽ വന്നിരിക്കുന്നു, ജ്യോതി മൽഹോത്ര. അത് ജ്യോതി മൽഹോത്ര ആയത് നന്നായി. ജ്യോതി മാഹിനോ ജ്യോതിനും മെഹബൂബോ ഒക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങളും അതിന് മറുപടി പറയേണ്ടി വരുന്നു. കേരളത്തിൽ അടുത്ത 5 ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മഴ സാധ്യത കണക്കിലെടുത്ത് വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ്. ഇന്ന് 3 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. മലയോര മേഖലയിൽ അതീവ ജാഗ്രത വേണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. അതേസമയം ഗംഗാതട പശ്ചിമ ബംഗാളിന് മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടു. തെക്കൻ ഗുജറാത്ത് തീരം മുതൽ തെക്കൻ കർണാടക തീരം വരെ ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നു. അടുത്ത 2-3 ദിവസം വടക്കൻ ഒഡീഷ, പശ്ചിമ ബംഗാൾ, ഝാർഖണ്ഡ്, ഛത്തീസ്ഗഡ് മേഖലയിൽ നീങ്ങാനും സാധ്യതയുണ്ട്. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി രൂക്ഷമായി തുടരുന്നു. ഹിമാചൽ പ്രദേശത്തിൽ 2 ആഴ്ചക്കിടെ 72 പേരാണ് മരിച്ചത്. 30 പേരെ കാണാതായി. ഹിമാചലിൽ മാത്രം 700 കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായതായാണ് കണക്ക്. ഉത്തരാഖണ്ഡിൽ മിന്നൽ പ്രളയത്തിൽ കാണാതായ 9 പേർക്കായി തെരച്ചിൽ ഇന്നും തുടരുന്നു. മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഹരിയാന സംസ്ഥാനങ്ങളിലും മഴ തുടരുന്നു.
അമേരിക്കയിലെ ടെക്സസിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 51ആയി. മരിച്ചവരിൽ 15 കുട്ടികളും ഉൾപ്പെട്ടിട്ടുണ്ട്. 850 പേരെ രക്ഷപ്പെടുത്തി. ടെക്സസിലെ കനത്ത മഴയിൽ ഗ്വാഡാലുപ്പെ നദിയിൽ 45 മിനിറ്റിനുള്ളിൽ ജലനിരപ്പ് 26 അടിയായി ഉയർന്നതോടെയാണ് പ്രളയമുണ്ടായത്. കാണാതായവർക്കായുള്ള ഹെലികോപ്റ്ററുകൾ അടക്കം ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. തദ്ദേശ സ്ഥാപനങ്ങളുടെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. കോഴിക്കോട് താമരശ്ശേരിയിൽ ഞാവൽ പഴമെന്ന് കരുതി വിഷക്കായ കഴിച്ച വിദ്യാർത്ഥിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. താമരശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ അഭിഷേകിനെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ചുണ്ട് തടിച്ചു വരികയും ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും ചെയ്തതോടെയാണ് കുട്ടി താമരശ്ശേരി ആശുപത്രിയിൽ ചികിത്സ തേടിയത്. പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ 2 കുട്ടികൾ സമാന രൂപത്തിൽ വിഷക്കായ കഴിച്ച് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. കോഴിക്കോട് ഓളവണ്ണയിൽ വാഷിംഗ് മെഷീനുള്ളിൽ കുടുങ്ങിയ 4 വയസ്സുകാരനെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. കളിക്കുന്നതിനിടയിൽ വാഷിംഗ് മെഷീന്റെ ഉള്ളിൽ കയറിയ കുട്ടി അതിനുള്ളിൽ കുടുങ്ങിപ്പോകുകയായിരുന്നു. മീൻചന്തയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് കുട്ടിയെ രക്ഷിച്ചത്. ഇടുക്കിയിൽ റവന്യൂ ഭൂമി കയ്യേറി കോടികളുടെ പാറ ഖനനം നടത്തിയവർക്കെതിരെ നടപടികൾ വൈകുന്നു. ഉടുമ്പൻചോല പഞ്ചായത്തിലെ ഏലമല പ്രദേശത്തോട് ചേർന്നുള്ള ഭാഗത്തു നിന്നുമാണ് പാറ പൊട്ടിച്ച് കടത്തിയത്. ലക്ഷക്കണക്കിന് രൂപയാണ് അനധികൃതമായി പൊട്ടിച്ച പാറയുടെ റോയൽറ്റി ഇനത്തിൽ സർക്കാരിലേക്ക് ഇവർ അടയ്ക്കാനുള്ളത്. ഇടുക്കിയിൽ വലിയ നിയന്ത്രണങ്ങളും നിരോധനങ്ങളും നിലനിൽക്കുമ്പോഴാണ് പട്ടാപ്പകൽ കോടികളുടെ പാറ പൊട്ടിച്ചു കടത്തിയത്. ചതുരംഗപ്പാറ വില്ലേജിലെ പാപ്പൻ താവളത്തിൽ സർവേ നമ്പർ 35/1 സർക്കാർ ഭൂമിയിൽ നിന്നാണ് അനധികൃതമായി പാറ ഖനനം ചെയ്ത് കടത്തിയത്. സംഭവത്തിൽ 2 പാലാ സ്വദേശികൾക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ഒപ്പം പൊട്ടിച്ചു കടത്തിയ പാറയുടെ റോയൽറ്റിയായി 11,23,700 രൂപ പിഴയടയ്ക്കാനും നിർദ്ദേശിച്ചു. എന്നാൽ പാറ പൊട്ടിച്ചു കടത്തി വിൽപ്പന നടത്തി കോടികൾ തട്ടിയ ഇവർ പാറമടയും ഉപേക്ഷിച്ച് മലയിറങ്ങിയതല്ലാതെ 1 രൂപ പോലും സർക്കാരിലേക്ക് അടച്ചിട്ടില്ല. ലൈഫ് ഭവന പദ്ധതിക്ക് വേണ്ടി പോലും പാറ പൊട്ടിക്കാൻ അനുമതിയില്ലാത്ത നാട്ടിൽ നിന്നാണ് കോടികളുടെ പാറ റവന്യൂ ഭൂമിയിൽ നിന്ന് പൊട്ടിച്ചു കടത്തിയത്. സാധാരണക്കാരനാണെങ്കിൽ അവനെ കൊണ്ട് പാറ പൊട്ടിപ്പിക്കുന്നതിനോ അവന് വീട് വെക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ലൈഫ് ഭവന പദ്ധതിക്ക് പോലും 3 സെന്റിനുള്ളതിന് ഈ CHR മേഖലയിൽ വീട് വെക്കാൻ അനുവാദം കൊടുക്കാത്ത സർക്കാർ, അതുപോലെ റവന്യൂ വകുപ്പുകാർ, അവരാണ് ഇതിന് ഒത്താശ ചെയ്ത് കൊടുത്ത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഉടുമ്പൻചോല പഞ്ചായത്തിൽ ഉൾപ്പെട്ട മറ്റ് പ്രദേശങ്ങളിൽ നിന്നും അനുമതിയുടെ മറവിൽ അളവിൽ കൂടുതൽ പാറ പൊട്ടിച്ചവരും വേറെയുണ്ട്. ഇവരും റോയൽറ്റി ഇനത്തിലുള്ള തുക സർക്കാരിലേക്ക് അടയ്ക്കാതെ പാറമട ഉപേക്ഷിച്ചു പോകുകയാണ് ചെയ്തത്. സർക്കാർ ഭൂമിയിലെ പാറ വിൽപ്പന നടത്തി കോടികൾ കൈക്കലാക്കിയ ഇവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. തൃശൂരിൽ തീപിടുത്തം. തൃശൂർ പ്രസ് ക്ലബ്ബ് റോഡിന് സമീപത്തെ കെട്ടിടത്തിലാണ് തീപിടുത്തമുണ്ടായത്. ബഹുനില കെട്ടിടത്തിന്റെ താഴത്തെ നിലയിലാണ് തീപിടിച്ചത്. തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ഗ്യാസ് സിലിണ്ടറിന്റെ ജനറേറ്റർ ഉള്ളതിനാൽ ആശങ്കയേറുന്നു. കേരള യൂണിവേഴ്സിറ്റിയിൽ വീണ്ടും നാടകീയ നീക്കം. സസ്പെൻഷൻ പിൻവലിച്ച സിൻഡിക്കേറ്റ് തീരുമാനത്തെ തുടർന്ന് രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ ചുമതല ഏറ്റെടുത്തു. വൈകിട്ട് 4:30 രജിസ്ട്രാർ ചുമതല ഏറ്റെടുക്കുന്നത്. വിവരങ്ങളുമായി ദേവികയുണ്ട്. ദേവിക, രാവിലെ മുതൽ നാടകീയ നീക്കങ്ങളാണ് നമ്മൾ കണ്ടുവരുന്നത്. താൽക്കാലിക VC സിസ തോമസിന്റെ അനുമതിയില്ലാതെയാണ് ഇത്തരത്തിൽ ഈ രജിസ്ട്രാറിന്റെ സസ്പെൻഷൻ പിൻവലിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നു. നാളെ ഇതൊക്കെ ഹൈക്കോടതിയെ ധരിപ്പിക്കാനിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് KS അനിൽകുമാർ ചുമതല ഏറ്റെടുക്കുന്നത് എന്നുള്ളതാണ്. വിവരങ്ങൾ എങ്ങനെ? ഇന്ന് കേരള സർവകലാശാലയിൽ നടന്ന സിൻഡിക്കേറ്റ് യോഗത്തെ തുടർന്ന് ആണ് ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങളെല്ലാം ഉണ്ടാകുന്നതെന്ന് ശ്രദ്ധേയമാണ്. ഇത്തരത്തിൽ ഈ കേരള യൂണിവേഴ്സിറ്റിയിലെ പരിപാടിയിൽ ഭാരതാംബ ചിത്രം ഉപയോഗിച്ചത് വിവാദമാവുകയും അത് രജിസ്ട്രാറായ KS അനിൽകുമാറിൻ്റെ സസ്പെൻഷനിലേക്ക് നയിക്കുകയുമായിരുന്നു. എന്തായാലും ഇന്ന് രാവിലെ ഈ 16-അംഗ ഇടത് സിൻഡിക്കേറ്റ് അംഗത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ താൽക്കാലിക VC ആയി ചുമതലയിലുള്ള ഡോക്ടർ സിസ തോമസ് ഇത്തരത്തിലൊരു സിൻഡിക്കേറ്റ് യോഗം വിളിക്കുന്നത്. അതിൽ അജണ്ടയിലില്ല
ഇല്ലാത്ത കാര്യം, ഇത്തരത്തിൽ ഈ രജിസ്ട്രാറുടെ ഈ ഒരു സസ്പെൻഷൻ റദ്ദ് ചെയ്യുന്നതടക്കമുള്ള കാര്യം ചർച്ചയിലേക്ക് വന്നപ്പോഴാണ് ഈ VC ഈ ഒരു യോഗം പിരിച്ചുവിടുകയും യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തതെന്നാണ് പിന്നീട് മാധ്യമങ്ങളെ കണ്ട VC ഡോക്ടർ സിസ തോമസ് വ്യക്തമാക്കിയത്. ഈ സിൻഡിക്കേറ്റ് യോഗം ഈ സസ്പെൻഷൻ റദ്ദാക്കിയ നടപടി നിലനിൽക്കില്ല, ഇത് കോടതിയുടെ പരിധിയിലുള്ള അല്ലെങ്കിൽ പരിഗണനയിലുള്ള കാര്യമാണ് എന്ന് തന്നെയാണ് VC വ്യക്തമാക്കിയത്. എന്നാൽ അതിനുശേഷം ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അവർ പറഞ്ഞത് VC ഉണ്ടായിരുന്നു, പ്രമേയം വായിച്ചപ്പോൾ VC ഉണ്ടായിരുന്നു, അതിനുശേഷം യോഗം പിരിച്ചുവിടാതെ യോഗത്തിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ച് പുറത്തേക്ക് പോവുകയായിരുന്നു. അത് മിനിറ്റ്സിലുണ്ട്, വേണമെങ്കിൽ പരിശോധിക്കാമെന്നാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറഞ്ഞത്. പ്രമേയം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഒരാൾ ഇറങ്ങിപ്പോയാലും സിൻഡിക്കേറ്റ് യോഗം തുടരാൻ നിയമപരമായി അവകാശമുണ്ട്, നിയമസാധ്യതയുണ്ട് എന്നാണ് അവർ വ്യക്തമാക്കിയത്. എന്തായാലും അതിനെല്ലാം പിറകെയാണ് ഇത്തരത്തിൽ ഈ രജിസ്ട്രാർ എന്ന് വീണ്ടും ചുമതലയേൽക്കുന്നത്. സിൻഡിക്കേറ്റ് ഈ നടപടി റദ്ദാക്കിയതിനെ തുടർന്നാണ് ഈ രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ വീണ്ടും ചുമതലയേറ്റത്. എന്തായാലും നാളെ ഹൈക്കോടതി ഇദ്ദേഹത്തിന്റെ ഈ ഒരു സസ്പെൻഷന്റെ കേസ് പരിഗണിക്കാനിരിക്കെയാണ് ഇത്തരം കാര്യങ്ങളെല്ലാം അരങ്ങേറുന്നത് എന്നത് വളരെ സുപ്രധാനമാണ്. എങ്ങനെയായിരിക്കും ഹൈക്കോടതി ഈ സംഭവ വികാസങ്ങളെയെല്ലാം നാളെ നോക്കിക്കാണുക എന്നത് നിർണായകമാണ്. അശ്വതി. അതുതന്നെയാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ വീണ്ടും നാടകീയ നീക്കങ്ങൾ തുടരുകയാണ്. സസ്പെൻഷൻ പിൻവലിച്ച സിൻഡിക്കേറ്റ് തീരുമാനത്തെ തുടർന്ന് രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്. വിവരങ്ങളാണ് ദേവിക ചന്ദ്രൻ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. പത്തനംതിട്ട പന്തളത്ത് ജീവൻ പണയം വെച്ചാണ് കാൽനട യാത്രികർ ഒരു പാലം കടക്കുന്നത്. MC റോഡിൽ പന്തളം മണികണ്ഠൻ ആൽത്തറയുടെ സമീപത്തെ പാലത്തിലൂടെ വാഹനത്തിരക്കുള്ള സമയങ്ങളിൽ കാൽനട യാത്ര ദുരിതമാണ്. പാലത്തിൽ നടപ്പാതയില്ലാത്തതാണ് ഈ പ്രശ്നത്തിന് കാരണം. റോഡിൽ അച്ചൻകോവിലാറിന് കുറുകെ നിലകൊള്ളുന്ന വലിയ പാലമാണിത്. പേരിൽ മാത്രമേ വലിപ്പമുള്ളൂ. കാൽനടയാത്രികർ ജീവൻ പണയം വെച്ച് വേണം ഇത് മറികടക്കാൻ. പന്തളം നഗരസഭയെയും കുളനട ഗ്രാമപഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന പാലം കൂടിയാണിത്. ശബരിമല തീർത്ഥാടന കാലത്ത് മാത്രമാണ് ഗതാഗത ക്രമീകരണത്തിനായി അധികാരികൾ ഇവിടെ എത്തുക. വാഹനങ്ങളുടെ ബാഹുല്യം കാരണം കാൽനട യാത്രക്കാർക്ക് നടന്നു പോകാനുള്ള വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. ഒരു റോഡിൽ കാൽനട യാത്രക്കാർക്കാണ് ഏറ്റവും വലിയ പരിഗണന എന്നിരിക്കെ യാതൊരുവിധ ദീർഘവീക്ഷണവും ഇല്ലാതെയാണ് ഈ ഒരു പാലം നിർമ്മിച്ചിട്ടുള്ളത്. പാലത്തിന്റെ സുരക്ഷ സംബന്ധിച്ചും നാട്ടുകാർക്ക് ആശങ്കയുണ്ട്. വൈകുന്നേരമായാൽ ഏറെ തിരക്കനുഭവപ്പെടുന്ന പന്തളം പാലത്തിൽ ഇതിനോടകം തന്നെ നിരവധി ജീവനുകൾ പൊലിഞ്ഞിട്ടുണ്ട്. വഴിവിളക്കുകൾ തെളിയാത്തതും അപകടങ്ങൾ വർദ്ധിക്കുന്നതിന് പ്രധാന കാരണമാണെന്ന് നാട്ടുകാർ പറയുന്നു. ഈ പന്തളം പാലത്തിൽ കൂടി ദിവസവും ഒരു 3-4 പ്രാവശ്യം സഞ്ചരിക്കുന്ന ആളുകൂടിയാണ്. ഈ പാലത്തിന് ഒരു അത്യാവശ്യം ഇതിനോട് സമമായിട്ട് വേറൊരു പാലം കൂടെ ആവശ്യമാണ്. പന്തളം പാലത്തിന് സമാന്തരമായി പുതിയ പാലം നിർമ്മിക്കുകയോ നിലവിലെ പാലത്തിന് വീതി കൂട്ടുകയോ ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ശബരിമല സീസണിൽ കാൽനടയായി എത്തുന്ന തീർത്ഥാടകർക്ക് അതൊരു അനുഗ്രഹമാകുമെന്നും നാട്ടുകാർ പറയുന്നു. അമൃത ന്യൂസ്, പത്തനംതിട്ട. നടൻ പ്രേം നസീറിനെതിരായ പരാമർശത്തിൽ മാപ്പ് പറഞ്ഞ നടൻ ടിനി ടോം ഒരു തരത്തിലും അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താൻ താൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് FB പോസ്റ്റിൽ കുറിക്കുന്നു. ഒരു സീനിയർ നടൻ പറഞ്ഞ കാര്യമാണ് താൻ പറഞ്ഞത്. അത്രയും വലിയൊരു താരത്തെ പറയാനുള്ള യോഗ്യത തനിക്കില്ല. നസീർ സാറിനെ താൻ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല എന്നും ടിനി ടോം വ്യക്തമാക്കി. ഇത്രയും വലിയൊരു ലെൻഡിന്റെ കാലിൽ വീഴാനും തയ്യാറാണ് അദ്ദേഹം പറഞ്ഞു. സിനിമകൾ ഇല്ലാതായതോടെ പ്രേം നസീർ എല്ലാ ദിവസവും മേക്കപ്പ് ഇട്ട് അടൂർ ബാസിയുടെയും ബഹദൂറിൻ്റെയും വീട്ടിൽ പോയി കരയുമായിരുന്നുവെന്ന് ടിനി ടോം ഒരു ഇന്റർവ്യൂവിൽ നടത്തിയ പരാമർശമാണ് വിവാദമായത്. നസീർ സർ മനസ്സ് വിഷമിച്ചാണ് മരിച്ചതെന്നും ടിനി ടോം പറഞ്ഞതായി ആരോപണങ്ങളിൽ ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെ സംവിധായകൻ MA നിഷാദ്, ഭാഗ്യലക്ഷ്മി തുടങ്ങി ഒട്ടേറെ പേർ ടിനിയെ രൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു. അല്ലാതെ ഞാൻ അന്തരീക്ഷം വായിച്ചെടുത്തതല്ല. അതിൽ നിന്നും കേട്ട ഇൻഫർമേഷൻ വെച്ചിട്ട് ഞാൻ ഷെയർ ചെയ്തൊരു കാര്യമാണ്. അത് ഒരിക്കലും മോശപ്പെടുത്താനോ അല്ലെങ്കിൽ അവഹേളിക്കാനോ അല്ല. കാരണം ഇവരൊന്നും നമുക്ക് തിരിച്ചു കിട്ടാത്ത ലെജൻസാണ്. പല സീനിയേഴ്സും മരിക്കുമ്പോൾ ഞാൻ അവിടെ ചെല്ലാറുണ്ട്, എൻ്റെ സാന്നിധ്യം അറിയിക്കാറുണ്ട്. അത് നാട്ടുകാരെ കാണിക്കാനല്ല റീത്തുമായിട്ട് ചെല്ലുന്നത്. കാരണം ഇവരൊന്നും നമുക്ക് തിരിച്ചു കിട്ടില്ല. അപ്പം അത്രയും ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന ഇവരെയൊക്കെ മോശം പരാമർശം നടത്താൻ ഞാൻ ആരാണ്? ഒരാളെ വാക്കുകൊണ്ട് വേദനിപ്പിക്കരുതെന്ന് പോലും അതനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ പിന്നെ ഇങ്ങനൊരു സംഭവം ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് വേദന ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് പ്രേം നസീർ സുഹൃത്ത് സമിതി ലോകം മുഴുവനുണ്ട്. അതിലെൻ്റെ സുഹൃത്തുക്കളുണ്ട്, ജില്ലാ പ്രസിഡന്റുമാരുണ്ട്, എൻ്റെ സംസ്ഥാന പ്രസിഡന്റൊക്കെ എനിക്ക് അടുത്തറിയാവുന്നവരാണ്. ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിരുപാധികം മാപ്പും ക്ഷമയും ചോദിക്കാൻ ഞാൻ തയ്യാറാണ്. കാരണം ഇത്രയും വലിയൊരു ലെജൻഡിന്റെ കാൽക്കൽ വീഴാനും ഞാൻ തയ്യാറാണ്. അത്രയും വലിയൊരു വ്യക്തിത്വമാണ് അത്.
ദക്ഷ് ദീപു ഇപ്പോൾ കൂട്ടുകാർക്കിടയിൽ ഒരു താരമാണ്. കൊല്ലം ചാത്തന്നൂർ സ്വദേശിയായി കൊച്ചുമിടുക്കന് നാട്ടിലും നിരവധി അനുമോദനങ്ങളും പുരസ്കാരങ്ങളും ലഭിച്ചു. സംഭവം എന്താണെന്നല്ലേ? ഓർമ്മശക്തിയിലും കാര്യങ്ങൾ വേഗത്തിൽ പഠിക്കാനുമുള്ള കഴിവിലും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ കയറിയിരിക്കുകയാണ് ഈ 6 വയസ്സുകാരൻ. വീട്ടുമുറ്റത്ത് ഓടിക്കളിക്കേണ്ട പ്രായം. പൂക്കളോടും ശലഭങ്ങളോടും കിന്നാരം ചൊല്ലി കാഴ്ചയുടെ കൗതുകം മനസ്സിൽ നിറയ്ക്കുന്ന കൂട്ടത്തിൽ ദക്ഷ് ദീപു പഠിച്ചെടുത്തതാണ് ഇതൊക്കെ. EMS നമ്പൂരിപ്പാട്, പട്ടം താണുപിള്ള, R ശങ്കർ, CH മേനോൻ, K കരുണാകരൻ, AK ആന്റണി, PK വാസുദേവൻ നായർ, CH മുഹമ്മദ് കോയ, EK നായനാർ, ഉമ്പൻ TV സച്ചിദാനന്ദൻ, പിണറായി വിജയൻ. മുഖ്യമന്ത്രിമാരുടെയും പ്രധാനമന്ത്രിമാരുടെയും പ്രസിഡന്റുമാരുടെയും പേരുകൾ, ദേശീയ പാർക്കുകൾ, സമുദ്രങ്ങൾ, ഭൂഖണ്ഡങ്ങൾ, ഗ്രഹങ്ങൾ എന്നിവ കൃത്യമായി പറഞ്ഞാണ് ദക്ഷ് ദീപു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്ന നേട്ടം സ്വന്തമാക്കിയത്. ഈ നേട്ടത്തിന്റെ വലിപ്പമൊന്നും ഈ കൊച്ചുമിടുക്കന് കൃത്യമായി അറിയില്ല. പക്ഷെ വീട്ടിലും നാട്ടിലും കൂട്ടുകാർക്കിടയിലും ദക്ഷ് ദീപു ആണ് താരം. പുരസ്കാരങ്ങൾ അഭിമാനത്തോടെ വീട്ടിൽ വരുന്നവരെ കാട്ടിക്കൊടുക്കലാണ് ഏറെ ഇഷ്ടം. ഇതിനൊക്കെ കൂട്ടായി അമ്മ ദീപയും ഒപ്പമുണ്ട്. പാട്ടൊക്കെ പെട്ടെന്ന് കേൾക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് പാടി കേൾപ്പിക്കുമായിരുന്നു. പിന്നെ സ്കൂളിലായപ്പോഴത്തേക്ക് മിസ് ഇങ്ങനെ പറഞ്ഞ് സ്കൂളിൽ ചെന്ന് അവിടെ ഒട്ടിച്ചേക്കുന്നതെല്ലാം പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യും. ഒരു തവണ കേട്ടാൽ മതി, എഴുതാൻ മാത്രമേ മടിയുള്ളെന്ന്. അങ്ങനെ ഞാൻ വെറുതെ ഇരുന്നപ്പോൾ ഇത് ദിവസം ജില്ലകൾ പഠിപ്പിച്ച് LKG ടൈമിലായിരുന്നു. അപ്പോൾ അവർ 2 ദിവസത്തിനുള്ളപ്പോൾ ഇങ്ങോട്ടൊന്ന് പറഞ്ഞ് ഏൽപ്പിച്ച്, അമ്മ ഞാൻ ജില്ലകൾ പറയട്ടെ എന്ന് പറഞ്ഞ്. അങ്ങനെ പിന്നെ ഓരോന്നോരോന്ന് എൻ്റെ ചേച്ചി ഇങ്ങനെ പറഞ്ഞ് നമുക്ക് പഠിപ്പിച്ച് നോക്കാടി, പറയൂലെന്ന് അറിയട്ടെന്ന്. അച്ഛൻ ദീപു വിദേശത്താണ്. നാട്ടിലെ വിശേഷങ്ങൾ ഫോണിലൂടെ പങ്കുവയ്ക്കുമ്പോൾ ദക്ഷ് ദീപുവിന് പറഞ്ഞാലും തീരില്ല. വീടിനടുത്തുള്ള സ്കൂളിൽ 1ാം ക്ലാസ്സിൽ പോയി തുടങ്ങി. വീടെന്ന അറിവിൽ നിന്നും നാടെന്ന അറിവിൻ്റെ ലോകത്തേക്ക് ചുവടുകൾ വയ്ക്കുമ്പോൾ ദക്ഷ് ദീപുവിന് ഇപ്പോൾ ആഗ്രഹങ്ങളും വലുതായി തുടങ്ങിയിരിക്കുന്നു. ലോകരാജ്യങ്ങളുടെ പതാകകൾ തിരിച്ചറിയാനുള്ള ശ്രമത്തിലാണ് ഈ കൊച്ചുമിടുക്കൻ. ഇന്തോനേഷ്യ, ചൈന. അമൃത ന്യൂസ്, കൊല്ലം. ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രസീലിലെ റിയോ ഡി ജനീറോയിലെത്തി. ഗാലിയോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ മോദിയെ ബ്രസീൽ സ്വീകരിച്ചു. അർജന്റീനയിൽ നിന്നാണ് മോദി ബ്രസീലിലെത്തിയത്. 6 പതിറ്റാണ്ടിനു ശേഷം ബ്രസീൽ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഇന്ത്യൻ സമയം വൈകിട്ട് 7-നാണ് ബ്രിക്സ് അംഗരാജ്യങ്ങളുടെ ആദ്യ സെക്ഷൻ. ആഗോള സുരക്ഷ, സമാധാനം എന്നതാണ് ഉച്ചകോടിയിലെ ആദ്യ അജണ്ട. നിലവിലെ സംഘർഷങ്ങൾ ഉച്ചകോടി ചർച്ച ചെയ്യും. ഭീകരവാദത്തെ ശക്തമായി എതിർക്കണമെന്ന് മോദി ആവശ്യപ്പെടും.